CPIM 29ാം ഡിവിഷൻ SSLC +2 വിജയികൾക്കായി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂളിൽ നടന്ന പരിപാടി CPM എളയാവൂർ ലോക്കൽ സെക്രട്ടറി B. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനം. വിജയം നേടിയവരായാലും പരാജയപ്പെട്ടവരായാലും എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തുകയും അവരുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് അനുമോദനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രയത്നിക്കണം എന്ന് തന്നെയാണ് തീരുമാനമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ B. കൃഷ്ണൻ പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ സാധാരണ നിലയിൽ ഏത് സ്ഥാപനങ്ങളായാലും പാർട്ടികളായാലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കലേ ഉന്നത വിജയമെന്ന് പറഞ്ഞാൽ മുഴുവൻ A+ നേടിയ കുട്ടികളെയാണ് നമ്മൾ അതിന് അനുമോദിക്കൽ. ഈ അടുത്ത 1-2 വർഷങ്ങളായി നമ്മുടെ പാർട്ടി തന്നെ പറഞ്ഞു, ആ രീതിയിൽ അനുമോദിക്കുന്ന സമ്പ്രദായം ശരിയല്ല. 1 മാർക്കിനോ 2 മാർക്കിനോ മുഴുവൻ A+ നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളുണ്ടാവും. അത്തരം കുട്ടികളെ നമ്മൾ അനുമോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ വിജയിച്ച കുട്ടികളെയും അനുമോദിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുഴുവൻ വിജയിച്ച കുട്ടികളെയും അനുമോദിക്കുമെന്നതാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയിട്ടാണ് വിദ്യാർത്ഥികളെ നമ്മുടെ ഗവൺമെൻറ് പരിരക്ഷിച്ച് പോകുന്നത്. നമുക്കറിയാം, 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത് മുതൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ മാറ്റങ്ങൾ മുഴുവൻ. അന്നത്തെ ആ ഗവൺമെൻറ് എടുത്ത എല്ലാ തീരുമാനങ്ങളുമാണ് ഇന്ന് നമ്മൾ കേരളം എത്തി നിൽക്കുന്ന ഈ പുരോഗതിയുടെ അടിസ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, എല്ലാ രംഗത്തും നമുക്ക് അതിൻ്റെ മികവ് കാണാൻ വേണ്ടി കഴിയും. KSTN നോർത്ത് സബ് ജില്ലാ സെക്രട്ടറി TK പ്രദീപ് കുമാർ പ്രഭാഷണം നടത്തി. A+ നേടിയവരായാലും സാധാരണ വിജയം കരസ്ഥമാക്കിയവരായാലും പരാജയപ്പെട്ടവരായാലും എപ്പോഴും ചേർത്ത് നിർത്തുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ കൂടെ അധ്യാപകരും സമൂഹവും നിലകൊള്ളും. പരാജയത്തിൽ നിരാശരാവാതെ വിജയത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM എളയാവൂർ ലോക്കൽ കമ്മിറ്റി അംഗം T. ശശി, M. ഹരിദാസൻ, AO പ്രസന്നൻ, കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റി അംഗം K. രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തികച്ചും ശരിയായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉന്നത പഠനം നേടുന്നതിന് വേണ്ടി വളരെ ഉയർന്ന രീതിയിലുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവിധ പ്രോത്സാഹനവും നൽകുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ട ജനാധിപത്യ പ്രസ്ഥാനമെന്ന നിലയിൽ CPMൻ്റെ ഉത്തരവാദിത്വം അതാണ്. നമ്മൾ കഴിഞ്ഞ 1-2 വർഷം മുമ്പേ വരെ ഉന്നത വിജയമെന്ന് പറഞ്ഞാൽ +2 അല്ല ഈ മുഴുവൻ A+ നേടിയ കുട്ടികളെയാണ് അനുമോദിക്കാറ് പതിവ്. ഇത്തവണ 2 വർഷമായി പാർട്ടി തന്നെ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ മുഴുവൻ A+ നേടിയ കുട്ടികളെ മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കേണ്ടതുണ്ട്. അവർക്ക് ഉന്നത പഠനത്തിന് ആവശ്യമായ പൊതുവായ സൗകര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലൊരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് അതിനൊരു നല്ലൊരു സന്ദേശമാണ് ഇത്തരം പരിപാടികൾ നൽകുന്നത് എന്നാണ് ഈ പരിപാടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.